നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മറീന ബീച്ചാണ്. മറീന ബീച്ചിൽ വന്നത് എന്തിനാണെന്നല്ലേ പറയാം. നമ്മുടെ കുവൈറ്റിൽ നടക്കുന്ന അക്വാ ബൈക്കുകളുടെ, അതായത് ജെറ്റ്സ്കി ഒക്കെ അല്ലേ, ജെറ്റ്സ്കി പോലത്തെ സാധനങ്ങളുടെ ഒക്കെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഗ്രാൻഡ് പ്രിക്സ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാനിവിടെ വന്നിരുന്നു. ഇന്നലെ വൈകിട്ട് കുറച്ച് വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടേച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ഒരു റേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടെ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീഡിയോടൊപ്പം തന്നെ ഇട്ടേക്കാം. അപ്പോൾ പകലും രാത്രിയുമായിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി കുവൈറ്റ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഫ്ലൈ ബോർഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ അകത്ത് കാണാനായിട്ട്. താഴെ നിന്ന് 2 ജെറ്റ്സ്കി ആണ് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫോഴ്സ് നിയന്ത്രിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ കുറേ ഡ്രോൺസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഡ്രോൺസ് പറക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വിഷ്വൽസ് നമുക്ക് അവിടെ ഒരു വലിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പോയിരുന്ന് കാണാം. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വരണമെന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ പോയി നമുക്ക് കാണാൻ പറ്റുകയാണ്. ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്, ജനക്കൂട്ടാണ്.
അപ്പൊ നൈറ്റ് വിഷ്വൽസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? അപ്പൊ ഇതിനൊക്കെ കുറച്ചുകൂടെ നല്ലതായിരിക്കും പകൽ വിഷ്വൽസ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാത്രിയിലെ വെളിച്ചക്കുറവ് കാരണം നമ്മുടെ ക്യാമറയിൽ അത്രയാണ്, കുറച്ച് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം അത്ര ക്ലിയർ ആയിരുന്നില്ല. എന്നാലും നീറ്റ് കാണാനായിട്ട് നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്കിനി പകൽ കാഴ്ചകളിലേക്കൂടെ ഒന്ന് പോയേക്കാം. ആദ്യം പോയി എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നല്ല രസമുണ്ട്. വണ്ടി ഇവിടെ നിന്ന് അനക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ പാർക്കിംഗ് സ്ലോട്ട് പോകും, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ഇവിടെ നിന്ന് അനക്കാതെ വേറെ എങ്ങോട്ടും പോയി നമുക്ക് ഹോട്ടലൊന്നും പോയി ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും സാൻഡ്വിച്ച് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് നേരെ ആ റേസ് ഇറക്കുന്നിടത്തേക്ക് പോവാം. ഓക്കെ, ബാ. ബീച്ചുകൾ അങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഉള്ളത്. കാരണം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ചെയ്തുകൊണ്ട്. അതേകൂട്ടുള്ള പുൽമൈതാനികളിൽ ആളുകൾക്ക് വിശ്രമിക്കാം. അതേക്കൂട്ട് തന്നെ വിശ്രമ കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട്, അവിടെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. അതേക്കൂട്ട് തന്നെ എല്ലായിടത്തും അതേക്കൂട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ വൃത്തികേടാക്കാതെ കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യും. അതേ ആ ഭാഗത്തായിട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ ഈ റേസ് നടക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് VIP-കൾക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇരിക്കാൻ പറ്റുന്ന പവലിയനാണ് അവിടെ ആ കറുപ്പ് കളറിൽ കാണുന്നത്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ സ്പെക്ടേറ്റേഴ്സ് എൻട്രൻസിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. അത് നമ്മളങ്ങനെ പവലിയനിൽ കയറിയിരിക്കുകയാണ്. ഉടനെ തുടങ്ങുമായിരിക്കും. നല്ല കാറ്റൊക്കെ ഉണ്ട് അവിടെ, അടിപൊളിയാണ്. നല്ല തണുത്ത കാറ്റാണ്, പക്ഷേ വെയിലിന് ചൂടുണ്ട്. നമ്മൾ പാവപ്പെട്ടവരുടെ പവലിയനിലാണ് ഇരിക്കുന്നത്. അപ്പുറമുള്ള പവലിയൻ എന്ന് പറയുകയാണെങ്കിൽ സ്പെഷ്യലി ഫോർ VIPs ആൻഡ് ഒഫീഷ്യൽസിന് മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നടക്കാൻ പോകുന്നത് ലേഡീസിൻ്റെ റേസാണ് കേട്ടോ. അപ്പോൾ കുവൈറ്റുകളുണ്ട്, കുറേ ഇൻ്റർനാഷണൽ ലെവലുള്ള ഒരു റേസാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ അധികം നമുക്ക് കമൻറ്റ് ഒന്നും പറയില്ല, നടക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടും ബോളും മ്യൂസിക്കും ഒക്കെയാണ്. റേസ് തുടങ്ങിയിട്ടുണ്ട്. Yeah, she looks very solid on the inside split, and she has got the whole shot. Jonna Borgstrom is behind her. And just as she did yesterday, Emanelli Ortdahl is lined up for the outside, and that's the direction she's going, through those blue buoys. Let's see if she's able to turn it into another whole shot like she did yesterday. Photo number 2, you're watching the first lap and this opportunity for her. അപ്പോൾ ഞാനത് തിരിച്ചു വന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. ആരോ ജയിച്ചിട്ടുണ്ട്. ഫീമെയിൽസിൻ്റെ റേസ് ആയിരുന്നു അത്. പിന്നെ നമുക്ക് അതിൻ്റെ നിയമവും കാര്യങ്ങളൊന്നും അറിയില്ല. കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാം നമുക്ക്. അത് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. ആദ്യമൊക്കെ ഒരു ത്രില്ലായിരുന്നു, പിന്നെ നമുക്ക് ബോറടിച്ചു. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ കാണിച്ചുകൊണ്ട് നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് പൂരിയാക്കി തന്നേരെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും. ദിസ് ഇസ് ജിൻഡോ സൈനിങ് ഓഫ്. ടാറ്റ, ബൈ.